സ്ട്രോബെറി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ശർക്കര വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വട്ടയപ്പം പച്ചരി കൊണ്ടും അരിപ്പൊടി കൊണ്ടും തയ്യാറാക്കാം. ഞാനിന്നിവിടെ പച്ചരി കൊണ്ട് തയ്യാറാക്കിയാണ് കാണിക്കുന്നത്. പച്ചരിയുടെ അതേ അളവിൽ അരിപ്പൊടി എടുത്തും ഇത് തയ്യാറാക്കാം. നല്ല പെർഫെക്റ്റ് വട്ടയപ്പം തന്നെ കിട്ടും. ആദ്യം തന്നെ ഇതിനായിട്ടുള്ള അരി കുതിർക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഇഡ്ലി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഡ്ലി റൈസ് തന്നെ വേണമെന്നില്ല, നല്ല ഇനം പച്ചരി എടുത്താലും മതി. നമ്മൾ പാലപ്പമൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന നല്ല ഇനം പച്ചരി. ഇത് 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കുക. 4 തൊട്ട് 6 മണിക്കൂർ വരെ കുതിർക്കാം. അഥവാ നിങ്ങൾക്ക് അരിപ്പൊടി കൊണ്ടാണ് വട്ടയപ്പം തയ്യാറാക്കേണ്ടതെങ്കിൽ ഈ സമയത്ത് ഈ 1 കപ്പ് പച്ചരിക്ക് പകരം 1 കപ്പ് അരിപ്പൊടി എടുത്താൽ മതി. ഞാനിവിടെ എല്ലാ മെയിൻ ഇൻഗ്രീഡിയൻസും കപ്പളവിലാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ പകരം 1 ഗ്ലാസ് എടുത്താൽ മതി. ഈ വട്ടയപ്പത്തിൽ മധുരത്തിനായിട്ട് പഞ്ചസാരയല്ല, പകരം ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശർക്കര ഉരുക്കിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് അടുത്തായിട്ട് ശർക്കര ഉരുക്കി വയ്ക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 200 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഉരുക്കിയെടുക്കാം. ഫുൾ ടൈം ഇളക്കിക്കൊണ്ടൊന്നും ഇരിക്കേണ്ട, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വട്ടയപ്പത്തിലേക്ക് 200 ഗ്രാം ശർക്കര അത്യാവശ്യം നല്ല മധുരം തന്നെയാണ്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് വേണമെങ്കിൽ മാറ്റാം. എന്തായാലും 200 ഗ്രാം ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മൾ വട്ടയപ്പത്തിനുള്ള മാവ് അരയ്ക്കുന്ന സമയത്ത് മധുരം നോക്കി ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ശർക്കര പൂർണ്ണമായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇതിന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് വട്ടയപ്പത്തിൻ്റെ മാവിലേക്ക് ചേർക്കേണ്ടത്. വട്ടയപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ അതിൽ കപ്പി കാച്ചി ചേർക്കാം, അല്ലെങ്കിൽ ചോറോ അവലോ ചേർക്കാം. അപ്പോൾ ഈ ഒരു വട്ടയപ്പത്തിൽ ഞാൻ അവലാണ് ചേർക്കുന്നത്. ഞാൻ നേരത്തെ ഷെയർ ചെയ്ത വട്ടയപ്പത്തിൽ കപ്പി കാച്ചിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കപ്പി കാച്ചി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഷെയർ ചെയ്ത വട്ടയപ്പത്തിൽ കപ്പി കാച്ചി അതേ അളവിൽ തന്നെ തയ്യാറാക്കി ഇതിൽ ചേർത്താൽ മതി. അപ്പം അവലാണ് ചേർക്കുന്നതെങ്കിൽ മാവ് അരയ്ക്കുന്നതിന് 10 മിനിറ്റ് മുന്നേ അതൊന്ന് കുതിർക്കാനായി വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് വെള്ള അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കനം കുറഞ്ഞ ടൈപ്പ് അവലാണിത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കുതിർത്താൽ മതി. അവലിന് പകരം ചോറാണ് ചേർക്കേണ്ടതെങ്കിൽ 1/2 കപ്പ് ചോറ് ചേർത്താൽ മതി. ഇനി നമുക്ക് വട്ടയപ്പത്തിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെള്ളം വാർന്നു വെച്ചിരുന്ന 1 കപ്പ് പച്ചരി ഇടാം. അരിപ്പൊടിയാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് 1 കപ്പ് അരിപ്പൊടി എടുക്കുക. അടുത്തായിട്ട് ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉരുക്കിയ മുഴുവൻ ശർക്കരയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് അത്രയും മധുരം വേണ്ടെങ്കിൽ കുറച്ചൊന്ന് ബാക്കി വെച്ച് അരച്ച് നോക്കി മധുരത്തിനനുസരിച്ച് പിന്നീട് ചേർത്താൽ മതി. അടുത്തതായിട്ട് കുതിർത്ത് വെച്ചിരുന്ന 1/2 കപ്പ് അവല്, ചോറാണെങ്കിലും 1/2 കപ്പ് ചേർക്കുക. ഇനി 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ഈ കപ്പ് നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. വെയിറ്റ് 100 ഗ്രാംസ്. അടുത്തതായിട്ട് ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി ജീരകം പൊടിച്ചത്, അതും 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഞാനിതിൽ ഈസ്റ്റ് ഡയറക്റ്റ് ചേർത്തേക്കുവാണ്. ഫെർമെൻറ്റ് ചെയ്തിട്ട് ചേർക്കുന്ന ടൈപ്പ് ഈസ്റ്റ് ആണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാരയും കൂടെ ഇട്ട് 1/2 മണിക്കൂർ മാറ്റി വെച്ച് പൊങ്ങിയതിന് ശേഷം ചേർക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ ഈസ്റ്റ് 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് പൊങ്ങി വരാൻ 7 തൊട്ട് 8 മണിക്കൂർ വരെ എടുക്കും. അഥവാ നിങ്ങൾക്ക് 3-4 മണിക്കൂർ കൊണ്ട് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുക. അടുത്തതായിട്ട് ഇതിൽ മാവ് അരയ്ക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ചേർക്കണമെന്നില്ല. മാവ് പൊങ്ങിയതിന് ശേഷം ടേസ്റ്റ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താലും മതി. പിന്നെ ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരുമിച്ചാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ 2-3 മിനിറ്റെങ്കിലും അരയ്ക്കേണ്ടി വരും. അപ്പോൾ മിക്സിയിൽ 2-3 മിനിറ്റ് ഒരുമിച്ച് അരച്ചാൽ ചൂടായിപ്പോവും. അതുകൊണ്ട് ചെറിയ ഇൻട്രവൽസ് കൊടുത്ത് അരച്ചെടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ അരിയൊക്കെ സെപ്പറേറ്റ് അരച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് പാകത്തിന് അരച്ചെടുക്കാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കേണ്ടി വരും. അപ്പോൾ അത് ആദ്യം ചേർക്കേണ്ട. മാവ് നന്നായിട്ട് അരഞ്ഞതിന് ശേഷം ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. തേങ്ങാപ്പാൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ സമയത്ത് ടേസ്റ്റ് നോക്കി മധുരം കുറവാണെങ്കിൽ ശർക്കര ഉരുക്കിയത് ബാക്കിയുണ്ടെങ്കിൽ ചേർക്കുക. ഇതല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് മധുരം അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏലക്കാടും ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് പാകത്തിനാക്കുക. ഞാനിവിടെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ടേസ്റ്റ് നോക്കി എന്തെങ്കിലും എക്സ്ട്രാ ചേർക്കാനുണ്ടെങ്കിൽ അത് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് പൊങ്ങാനായിട്ട് അത്യാവശ്യം ചൂടുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. 6 തൊട്ട് 8 മണിക്കൂർ വരെ എടുക്കും ഇത് പൊങ്ങി വരാൻ.
ഇപ്പോഴൊരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് തന്നെയാണ് അരച്ചു വെച്ചിരുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. മാവ് ഈ രീതിയിൽ നന്നായിട്ട് പൊങ്ങി വരണം, എങ്കിലേ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പ് ആവശ്യമെങ്കിൽ ഈ സമയത്ത് കൂടുതൽ ചേർക്കുക. അതുപോലെ തന്നെ മധുരം കുറവാണെന്ന് തോന്നിയാൽ എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് ഇളക്കിയാൽ മതി. ഇതിനി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം വേവിച്ചെടുക്കാം. ഈ ഒരു പാനിലാണ് വട്ടയപ്പം തയ്യാറാക്കുന്നത്. 9 ഇഞ്ചിൻ്റെ ഒരു ടിന്നാണിത്. ഇതിൽ അടിഭാഗത്തും സൈഡിലുമൊക്കെ വെളിച്ചെണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പം വട്ടയപ്പം തയ്യാറാക്കി കഴിയുമ്പോൾ പാത്രത്തിലേക്ക് ഒട്ടും പിടിക്കാതെ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്യുന്നത്. ഇനി വട്ടയപ്പം വേവിക്കാനായി ഒരു വലിയ പാൻ വെച്ചിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡ് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. 2-3 കപ്പ് വെള്ളം മതിയാവും. വെള്ളം സ്റ്റാൻഡിന് താഴെ നിൽക്കുന്ന അളവിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ടിന്ന് വയ്ക്കാം. ഇപ്പോൾ ടിന്നിൽ ബാറ്റർ ഒഴിച്ചതിന് ശേഷം വെച്ചാൽ ഇതിനകത്തോട്ട് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ടിന്ന് ആദ്യം പാനിൽ ഇറക്കി വെച്ചിട്ട് വേണം അതിലേക്ക് ബാറ്റർ ഒഴിക്കാൻ. ഇതിലേക്ക് ബാറ്റർ മുഴുവൻ ഒഴിക്കുവാണ്. ഒരു വലിയ വട്ടയപ്പമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലും ചെറിയ പാത്രത്തിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ 2 വട്ടയപ്പമായിട്ട് തയ്യാറാക്കുക. ഇനി ഇതടച്ച് വേവിക്കാനായി വയ്ക്കാം. ആദ്യം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നമ്മളെടുക്കുന്ന പാനിൻ്റെ സൈസ്, അതിലൊഴിക്കുന്ന ബാറ്ററിൻ്റെ അളവ്, പിന്നെ നമ്മുടെ ഫ്ലെയിം, ഇവ 3 അനുസരിച്ചിരിക്കും ഇത് വേവാനുള്ള സമയം. അപ്പോൾ ഈ മുഴുവൻ ബാറ്ററും ഒരുമിച്ചാണ് ഒഴിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 40-45 മിനിറ്റ് എടുക്കും വേവായി കിട്ടാൻ. ഇതിപ്പോൾ 2ആയിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒരു വട്ടയപ്പം ഒരു 20 മിനിറ്റിൽ വേവായി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനി പാനിൽ നിന്ന് മാറ്റാം. നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തിരുന്നത് കൊണ്ട് ഈസി ആയിട്ട് വിട്ടുപോരും. അപ്പോൾ ഇത് കമഴ്ത്തിയെടുക്കാൻ സൈഡ് വിട്ടുപോരുന്നില്ലെന്ന് തോന്നിയാൽ ഒരു കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു വിട്ടാൽ മതി. ഞാനിവിടെ ഒരു സ്പാറ്റില കൊണ്ടൊന്ന് വരഞ്ഞു വിട്ടിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ വട്ടയപ്പം കിട്ടി. ഇത് നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ്. അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അകമൊക്കെ നല്ല എയർ ബബിൾസൊക്കെ കയറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പറയേണ്ട കാര്യമില്ല, കണ്ടാൽ തന്നെ അറിയാം ഇത് എത്ര സോഫ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വട്ടയപ്പം ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.